സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതികളിൽ ഒരാളായി സഹപാഠി അക്ഷയനെ പ്രതി ചേർക്കണമെന്ന ആവശ്യം ശക്തമാക്കി കുടുംബം. മരിക്കുന്നതിന്റെ അവസാന 3 ദിവസവും സിദ്ധാർത്ഥനോടൊപ്പം ഉണ്ടായിരുന്നത് അക്ഷയാണ്. അക്ഷയെ പ്രതി ചേർക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം പറയുന്നു. മോനെ കിട്ടാത്ത സമയത്ത് അക്ഷയാണ് ഞാൻ വിളിക്കുന്നത്. സിദ്ധാർത്ഥന്റെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ആളാണ് അക്ഷയ്. നമ്മൾ ആദ്യം മുതലേ പറയുമായിരുന്നു ഈ അക്ഷയ് എവിടെ, അക്ഷയുടെ പേര് ഇതുവരെയും വന്നിട്ടില്ലല്ലോ. സിദ്ധാർത്ഥിന്റെ മരണത്തിലെ പ്രതികളെല്ലാം പിടിയിലാകുമ്പോഴും തുടക്കം മുതൽ പ്രതിപട്ടികയിൽ കുടുംബം പറയുന്ന പേരാണ് അക്ഷയ്. അവൻ്റെ ഫോൺ കയ്യിലില്ലാത്തപ്പോഴും അക്ഷയെ വിളിച്ചിട്ടാണ് എല്ലാം ചോദിക്കുന്നത്. എവിടെ മോനെ, സിദ്ധാർത്ഥനെ കാണാനില്ലല്ലോ, വിളി എന്ന് പറയുന്ന ഉടനെ അക്ഷയ് ഫോൺ കൊടുക്കും. ഈ കൊല്ലപ്പെടുന്നതിൻ്റെ അന്നും അക്ഷയെ വിളിച്ചു, അക്ഷയ് ഉടനെ ഫോൺ കൊടുക്കും. സിദ്ധുവിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അവൻ ഏത് രീതിയിൽ കോണ്ടാക്ട് ചെയ്തു? എങ്ങനെ കണ്ടിട്ടുണ്ടോ? അത് വിളിച്ചു പറഞ്ഞതാണോ? സിദ്ധാർത്ഥിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുന്ന ദിവസവും അക്ഷയ് കൂടെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ എന്തു പറ്റിയെന്ന ചോദ്യത്തിന് പക്ഷേ മറുപടി മൗനം. എന്തൊക്കെയോ ഇവർ മറയ്ക്കുന്നു. പ്രത്യേകിച്ച് ഇത്രയും കുട്ടികൾ ഇവരെവിടെ? ഈ 5 or 6 പേര് എവിടെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വിളിച്ച കുട്ടികൾ എവിടെ? പിന്നെയും അക്ഷയെ കുടുംബം വിളിക്കാൻ ശ്രമിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല. അക്ഷയെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. അപ്പോൾ അക്ഷയ് കള്ളത്തരം പറയുന്നുണ്ട്. അക്ഷയ് മാത്രം മാറി നിൽക്കുന്നു, പ്രതിയല്ലാതെ. അപ്പോൾ അക്ഷയിന് ഒന്നുകൂടെ ചോദ്യം ചെയ്താൽ കുറേ കൂടെ കാര്യം പോലീസിന് കിട്ടും. ഇതെങ്ങനെ മരിച്ചു എന്നുള്ള കൃത്യത കിട്ടണമെങ്കിൽ പ്രതിയായിട്ട് വരണം. മുഖ്യപ്രതികളിൽ ഒരാളായി സിദ്ധാർത്ഥന്റെ കൂട്ടുകാരനായ അക്ഷയും പ്രതി ചേർക്കണമെന്നാണ് ആവശ്യം. അക്ഷയെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.